ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് പാസാക്കിയ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ല് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അനധികൃത കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ടുള്ള ബില്ലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റ് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പാസാക്കിയത്. രാജ്യത്ത് ഭീകരവാദം മാത്രമല്ല, ലഹരി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ ഉതകുന്നതാണ് ഈ ബില്ല്. ആ നിലയിൽ കേരളത്തിന് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു ബില്ലാണിത്. നമ്മുടെ രാജ്യത്തേക്ക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിച്ചേരുന്നത് അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നാണ്. കേരളം ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുള്ള, കേരളത്തെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ വലിയ സംഖ്യ വിദേശികളായിട്ടുള്ള ആളുകൾ, ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവരിലൂടെയും ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കേരളത്തിലെ ജനങ്ങളിടയിൽ എത്തുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് കുത്തിവെപ്പിൻ്റെ പേരിൽ അസുഖബാധിതരായിട്ടുള്ള, മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്ന് എത്തിയിട്ടുള്ള ആളുകളിൽ ഇതുപോലെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ തരത്തിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസും CPM-ഉം എടുക്കുന്ന സമീപനം, ആ സമീപനം ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിൻ്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. ലഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിൻ്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ്. കോൺഗ്രസ്സിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം ആലുവയിൽ 27 ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യമൊരുക്കി അവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത് പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹപ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് അതിൻ്റെ പേരിൽ അറസ്റ്റിലായ ആൾ. അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസ്സോ ലീഗോ CPM-ഓ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം, ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം, കേരളത്തിൽ നടപ്പിലാക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാട് അഥവാ CPM-ൻ്റെ രാഷ്ട്രീയ നിലപാട് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും, അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.